ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്ത് പ്രാർത്ഥനാ ധ്വനി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം പ്രിയ കർത്താവിൻ്റെ ദാസൻ ഗുജറാത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ബ്ലസ്സൻ പാസ്റ്റർ ഒരുക്കി തന്നതിന് ഈ ടീമിനോടൊപ്പം പ്രവർത്തിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ദൈവവചന ചിന്തയ്ക്ക് ഒരു വാക്യം വായിക്കുന്നു. നമുക്ക് സുപരിചിതമായ സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് തൻ്റെ ഭക്തന്മാരെ നടത്തുന്നത്. തന്നെ ആശ്രയിക്കുന്നവരെ, തന്നിലേക്ക് നോക്കുന്നവരെ എത്ര അത്ഭുതകരമായിട്ടാണ് നയിക്കുന്നതെന്ന് ദാവീദ് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഇടയൻ എന്ന നിലയിൽ ഹല്ലേലൂയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഇടയനെന്ന ആ വേല ചെയ്തപ്പോൾ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് യഹോവ ഇടയനായിരുന്നു കൊണ്ട് തന്നെ കൂടെ ഇരുന്ന അനുഭവത്തെ വർണ്ണിക്കുന്നത്. ഇന്ന് പലരും പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ ദാവീദിനൊന്നു പറയുവാൻ കഴിയും, കൂരിരുളിൻ്റെ താഴ്വരയിൽ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഏകാന്തതയിലും എൻ്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൻ്റെ മഹത്തായ സാക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയ മിത്രങ്ങളോട്, അനേകരും ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന അവൻ്റെ ജീവിതത്തിലെ ഏകാന്തതയാണ്. അവനെ വിളിച്ചന്വേഷിക്കുവാൻ ആരുമില്ല, കൂട്ടായ്മ നൽകുവാൻ ആരുമില്ല. അവൻ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലുമൊക്കെ നിലയിൽ ഹല്ലേലൂയ സ്തോത്രം ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവത്തിലായിത്തീരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന പ്രിയമിത്രങ്ങളോട് ആത്മാവിൽ ഹല്ലേലൂയ ദൈവവചനം ഘോഷിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നു, അവൻ മരണത്തിൻ്റെ താഴ്വരയിലും കൂടെ ഇരിക്കുന്ന ദൈവമാണെന്ന്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹമിത്രമായ ശിഷ്യൻ, യേശുവിൻ്റെ ഹല്ലേലൂയ യേശുവിൻ്റെ സ്നേഹം അപഹരിച്ച ശിഷ്യൻ, പ്രിയ യേശുവിനെ അധികമായി ഹല്ലേലൂയ ചേർന്ന് നിന്ന, തൻ്റെ മാറോട് ചേർന്ന് നിന്ന ശിഷ്യനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. താൻ ദൈവത്തിൻ്റെ സാക്ഷ്യവും ക്രിസ്തുവിൻ്റെ വചനവും നിമിത്തം ഹല്ലേലൂയ പത്മോസിലേക്ക് നാടുകടത്തപ്പെടുന്ന, ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെടുന്ന ഒരു ചരിത്രം നമുക്ക് മുമ്പിൽ, ദൈവസഭയ്ക്ക് മുമ്പിലുണ്ട്. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കിരാത ഭരണത്തിനു കീഴിൽ റോമിൽ എല്ലാ ദൈവഭക്തന്മാരും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ മാർഗത്തെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാൻ ശത്രുവായവൻ അവൻ്റെ അധികാരങ്ങളെ ഉപയോഗിച്ച്, അവൻ്റെ സ്വാധീനതകളെ ഉപയോഗിച്ച് അതിനെ തടയുവാൻ നോക്കുമ്പോൾ അവിടെ ആ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മീയ വീര്യത്തെ, അവരുടെ കരുത്തുറ്റ പ്രതിബന്ധങ്ങൾക്ക് അതിനെ കെടുത്തിക്കളയാൻ കഴിയത്തില്ലെന്ന് ബോധ്യമാക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഡൊമിഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയുടെ അകത്തിട്ടിട്ടും ഭക്തനായ മനുഷ്യൻ ഹല്ലേലൂയ പൊള്ളിപ്പോകാതെ, മരിച്ചു വീഴാതെ നിൽക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അത് കണ്ട് ഭയന്നിട്ട് ആ വയോധികനായ മനുഷ്യനെ, യേശുവിൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിൻ്റെ സ്നേഹവാചകമായിരിക്കുന്ന ആ ശിഷ്യനെ, ആ വയോധികനായ മനുഷ്യനെ ഹല്ലേലൂയ റോമിൻ്റെ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പടയാളികൾ, കിരാതന്മാര് ചങ്ങലകളാൽ ധരിപ്പിച്ച്
റോമിൻ്റെ തുറമുഖ പട്ടണങ്ങളിലേക്ക് നയിക്കുന്ന ചിത്രം നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ ചരിത്രരേഖകളിൽ നോക്കുമ്പോൾ ഇതാ റോമൻ പട്ടണത്തിൻ്റെ തുറമുഖ പട്ടണത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന യോഹന്നാനെ നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തെ നാടുകടത്തുവാൻ കൊണ്ടുപോകുമ്പോൾ കൂടെ ഏറിക്കുന്ന കപ്പലിലേക്ക് കയറ്റുമ്പോൾ ഈ യേശുവിനെ തള്ളിപ്പറ, യേശുവിൻ്റെ സാക്ഷ്യം അതിനെ തള്ളിക്കള, ഈ ദൈവവചനത്തിന് വേണ്ടി നിൽക്കാതെ നീ തള്ളിപ്പറഞ്ഞിട്ട് ഒരു സുഖജീവിതം ലോകത്തിലെ ഇവിടെ കൈസരെ വണങ്ങിക്കൊണ്ടൊരു സുഖജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ പടയാളികൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവന്റെ കാതുകളിൽ പടയാളികൾ പറഞ്ഞു, ഇനിയും ഈ റോമൻ നഗരത്തിന്റെ വാതിൽ ഇനി നിനക്ക് വേണ്ടി തുറക്കത്തില്ല, എന്നേക്കുമായി അടഞ്ഞു പോകാൻ പോകുകയാണ്. പക്ഷെ ഭക്തനായിരിക്കുന്ന യോഹന്നാൻ അവിടെ മൗനം അപലപിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് തനിക്ക് ദൈവമൊരുക്കിയ പ്രതിസന്ധിയുടെ അകത്ത് ദൈവത്തിന്റെ മുഖമന്വേഷിക്കുന്ന ഭക്തനെ നമുക്കവിടെ കാണാം. പടയാളികൾ പറഞ്ഞു, ഈ കപ്പൽ അല്പസമയം കഴിയുമ്പോൾ ഇത് പത്മോസിലേക്ക് ആ ദ്വീപ് സമൂഹത്തിലേക്ക് പുറപ്പെടുകയാ. നീ ഇപ്പോൾ പറഞ്ഞ നിനക്ക് ലാസ്റ്റ് അവസരമാണ്. നിനക്ക് ഹാൽബിൽ ഈ വാതിൽ ഇന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കത്തില്ല. ഈ സാമ്രാജ്യത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് ആ കടലിലുകളെ താണ്ടി ആ കപ്പൽ യാത്രയിൽ പടയാളികൾ അവനോട് പറഞ്ഞു, നിനക്ക് അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അവിടെ ചെല്ലുമ്പോൾ നിന്റെ ജീവിതം ഏകാന്തത കൊണ്ട് നരകയാതനയിലേക്ക് പോകാൻ പോകുകയാണ്. നിനക്ക് ഇനിയും അവസരമുണ്ട്. നിന്റെ ക്രിസ്തുവിന്റെ വചനത്തെയും നിന്റെ ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെയും തള്ളിപ്പറഞ്ഞിട്ട് കൈസരിൽ അഭയം പറയുവാൻ, കൈസരെ ആശ്രയിക്കുവാൻ നിനക്ക് ആ അവസരമുണ്ട്. പക്ഷെ ഭക്തൻ പറഞ്ഞു, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. വീണ്ടും പടയാളികൾ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് അവിടെ പോയ കാണുവാൻ സുഖകരമായ കാഴ്ചകളൊന്നും ഉണ്ടായിരിക്കത്തില്ല, നിനക്കൊരു അനുകൂലമായ കാഴ്ചകളൊന്നും ഉണ്ടായിരിക്കത്തില്ല. പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന വിഷത്തേളുകളുള്ള കൽക്കരി ഖനിയായിരിക്കുന്ന ആ ദ്വീപ് സമൂഹത്തിന്റെ അകത്ത് അസ്ഥി കൂമ്പാരമായിട്ട് നീ നീറിയൊടുങ്ങത്തേയുള്ളൂ. നിനക്കവിടെ കാണുവാൻ നല്ല സുഖകരമായ കാഴ്ചകളൊന്നുമില്ല. നിന്റെ ഹൃദയത്തിന് പ്രത്യാശിക്കുവാൻ പറ്റുന്ന കാഴ്ചകൾ കാണത്തില്ല. നീ എങ്ങനെയെങ്കിലും ഈ വലിയ പ്രതിസന്ധിയുടെ അകത്തേക്ക് കടന്നു പോകുന്നത് എന്തിന്? സ്തോത്രം. പത്മോസിലേക്ക് ആ വയോധികനായിരിക്കുന്ന മനുഷ്യൻ പടയാളികൾ ആ യാത്രയിൽ അവനെ മുന്നോട്ട് ഗമിക്കാതെ വണ്ണം നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിനക്ക് ഇനി ഒരു വാതിൽ റോമ സാമ്രാജ്യത്തിന്റെ വാതിൽ തുറക്കത്തില്ല. നിനക്ക് ഇനി കാണുവാൻ ഒന്നും ഉണ്ടാകത്തില്ല. നിനക്ക് സ്തോത്ര, ഇനി നിനക്ക് ആശ്രയിക്കുവാൻ പ്രത്യാശിക്കുവാൻ നിനക്ക് മുമ്പിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തങ്ങളെ നിരുത്സാഹപ്പെടുത്തിയവരുടെ മധ്യത്തില് യോഹന്നാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ യാത്രയിൽ മുന്നോട്ട് പോകുവാൻ ഇടയായി. യോഹന്നാന്റെ വെളിപ്പാടിന്റെ സുവിശേഷത്തില് സ്തോത്രം, വെളിപ്പാടില് സ്തോത്രം, ആ പ്രവചന പുസ്തകത്തിന്റെ അകത്ത് യോഹന്നാൻ എഴുതുന്ന ഇങ്ങനെയാണ്. അതിന്റെ 1-ാം അധ്യായത്തിലെ 9-10 വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. സ്തോത്ര. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന പ്രിയമിത്രമേ, പ്രതിസന്ധിയുടെ ആഴങ്ങളിലായിരിക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന യോഹന്നാന് കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എന്താ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞത്? തന്റെ ഭക്തന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ കുറിവാക്യം നമ്മൾ മറക്കരുത്. കുരുരു താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം അവൻ എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഭക്തന്മാരോട് കൂടെ ദൈവം ഇരിക്കുന്നത് കൊണ്ട് അവർ ഭയപ്പെട്ടു പോകുന്നില്ല, അവർ അധൈര്യപ്പെടുന്നില്ല. അവർ പ്രതിസന്ധികളിൽ അധൈര്യ
പരാജയപ്പെട്ട് ക്ഷീണിച്ച് ഹല്ലേലൂയ നിരാശ അണയുന്നില്ല. അവർ ഏകാന്തതയിലും ആത്മവിവശതയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി അത് തീരുമ്പോൾ ഹല്ലേലൂയ റോമ സാമ്രാജ്യത്തിന്റെ പടയാളികൾ പറഞ്ഞ വാക്കുകളെ ലജ്ജിപ്പിക്കുന്ന തരം സർവശക്തന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ 4-ാമത്തെ അധ്യായത്തില് അവിടെ 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ മഹത്വകരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണുവാനിടയാകുന്നത്. അവിടെ തന്നോട് സംസാരിക്കുവാൻ ആരുമില്ലെന്ന് പറയുന്നിടത്ത്, തനിക്ക് കാണുവാൻ ഒന്നുമില്ലെന്ന് പറയുന്നിടത്ത്, തനിക്ക് കേൾക്കുവാൻ ഒന്നുമില്ലെന്ന് പറയുന്നിടത്ത്, ഒരു ശബ്ദം പോലും നീ കേൾക്കത്തില്ല. ഈജിയൻ കടലിടുക്കിന്റെ ഈ പത്മോസ് എന്ന ദ്വീപ് സമൂഹത്തില് നിനക്ക് അസ്ഥിമഞ്ജരങ്ങളെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. നിന്റെ മാംസത്തിന് വേണ്ടി കൊതിക്കുന്ന കഴുകന്മാരെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. നീ അവിടുത്തെ ചൂടേറിയ സ്തോത്രം കൽക്കരി ഖനിയുടെ ആ കൽപ്പാറകളുടെ അകത്തളത്തിൽ നീറി ഒടുങ്ങുവാനേ നിനക്ക് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞെടുത്ത കർത്തൃ ദിവസത്തിൽ ഭക്തനായവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ ആത്മവിവശനായി. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, ആ ദൈവ സാന്നിധ്യത്തിന് നിമഞ്ജനം ചെയ്തപ്പോൾ അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ തന്റെ സ്വന്തം തേജസ്സിന്റെ ക്രിസ്തുവിനെ കാണുവാനിടയായി. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, സ്തോത്ര വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിലുമ്പോൾ ശബ്ദമുള്ളവനായി, സ്തോത്ര ഇരുവാൽ തലയുള്ള നാവുള്ളവനായി, ആ പത്മോസില് യോഹന്നാൻ വർണ്ണിച്ചിരിക്കുന്ന തേജോമനായ ക്രിസ്തുവിനെ കണ്ടപ്പോൾ തന്റെ പിൻപിൽ തന്നെ നിരുത്സാഹപ്പെടുത്തിയ തന്റെ ക്രിസ്തുവിന്റെ സാക്ഷി നിമിത്തവും ദൈവവചന നിമിത്തവും തന്റെ തീരുമാനം കൃത്യതയുള്ളതാണെന്നും ആ തീരുമാനത്തിൽ നിൽക്കുന്ന തന്റെ ഭക്തൻ പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോകത്തില്ല. അവന് ചില അത്ഭുതങ്ങൾ കാണാനുണ്ട്, അവന് ചില പ്രതീക്ഷകളുണ്ട്, അവനൊരു ചില പ്രത്യാശയുടെ മുഖങ്ങൾ കാണാനുണ്ട് എന്ന് സ്വർഗം അവന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ കുഞ്ഞെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒറ്റപ്പെടലും ഏകാന്തതയുമാ. പക്ഷെ ആ സ്ഥാനത്ത് ഏകാന്തതയിൽ നിനക്ക് കാണുവാൻ സ്വർഗത്തിൽ ഒരുവനുണ്ട്. തേജോമനായ പിതാവിന്റെ വലത്തുഭാഗത്ത് തേജസ് വാരിച്ചുറ്റി നിൽക്കുന്ന, ആ വെളിച്ചങ്ങളെ വാരിച്ചുറ്റി നിൽക്കുന്ന തേജോമനായ ദൈവം നിനക്ക് വേണ്ടി ന്യായം ചോദിക്കുന്ന, തന്റെ വൃതന്മാരുടെ പ്രാർത്ഥനയിൽ നിലവിളിക്ക് മറുപടിയായി പ്രതിക്രിയ ചെയ്യുന്ന തേജോമനായ ക്രിസ്തുവിനെ നിനക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രതിസന്ധിയിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ മക്കള്. സ്തോത്രം. രണ്ടാമത് അവിടെ ഒരു ഇമ്പസ്വരം കേൾക്കുകയാണ്, ഇവിടെ കയറി വരിക. സ്തോത്രം. അവിടെ ആരും തനിക്കൊരു സഹിത്വം തരുവാൻ, കൂട്ടായ്മ തരുവാൻ, തന്നോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ ആരുമില്ലെന്ന് പറയുന്നിടത്ത് സ്തോത്രം കുഞ്ഞെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ അകത്ത്, ജീവിതത്തിന്റെ ഏകാന്തതയുടെ അകത്ത്, പ്രതിസന്ധിയിൽ നിരാശ അണഞ്ഞിരിക്കുമ്പോ നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നിന്നോട് മൃദു സ്വരത്തോടെ സംസാരിക്കുന്ന ഒരു ഉടയവൻ നിനക്കുണ്ട്, ഒരു യജമാനനുണ്ട്. ആ ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുവാൻ ആ മുഖത്തേക്ക് നിന്റെ തലയൊന്ന് ഉയർത്തിയാൽ മാത്രം മതി. അവിടത്തേക്ക് കണ്ണുകളൊന്ന് ഉയർത്തിയാൽ മതി. ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുമെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഭക്തനായവൻ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ, ഏകാന്തതയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവനെ പേർ ചൊല്ലി വിളിക്കുന്ന, അവനെ ഓമനെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഉടയവനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ആ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. മൂന്നാമത് സ്വർഗം അവന് വേണ്ടി തുറന്നു. ആ ഈജിയൻ കടലില് നിരാശയുടെ വലിയ സ്തോത്രം പ്രതീക്ഷിക്കാൻ കഴിയാത്ത, പ്രത്യാശയില്ലാത്ത കാഴ്ചകളാ നിന്റെ മുമ്പിലുള്ളെന്ന് റോമൻ പടയാളികൾ യോഹന്നാനോട് പറഞ്ഞുവെങ്കിൽ ഇതാ സ്വർഗം തന്റെ ഭക്തന് വേണ്ടി ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ തുറക്കപ്പെടുവാനിടയായി, കർത്തൃസന്നിധിയിൽ തുറക്കപ്പെടുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്നായിരിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവില് നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് അത്ഭുതകരമായ ദർശനങ്ങളെ കാണിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. യോഹന്നാൻ അപ്പോസ്തലന് മാത്രം
മാത്രമല്ല, പഴയ നിയമത്തിൽ യാക്കോബ് ഹല്ലേലൂയ അപ്പന്റെ ഭവനം വിട്ട് ഹല്ലേലൂയ ഒറ്റപ്പെട്ടവനായി ഓടുമ്പോൾ ഹല്ലേലൂയ ക്ഷീണിച്ച് ലൂസ് എന്ന് പറഞ്ഞ പട്ടണത്തില് ഹല്ലേലൂയ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ, ഇരുള് വ്യാപരിച്ചു കഴിയുമ്പോൾ, ജീവിതത്തിന്റെ ഏകാന്തതയാകുന്ന ആ പ്രതിസന്ധിയുടെ അകത്ത് താൻ ഹല്ലേലൂയ വാടി ഉറങ്ങിപ്പോകുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് ഒരു കോവിണി ഹല്ലേലൂയ അവന്റെ ദിവ്യ ഹല്ലേലൂയ ഹൃദയ ദൃഷ്ടിയിൽ ദൈവം പ്രകാശിപ്പിച്ചു. സ്വർഗത്തിൽ നിന്നൊരു കോവിണി ഹല്ലേലൂയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ദൂതന്മാർ കയറുക ഇറങ്ങി ചെയ്യുന്ന സാന്നിധ്യം അവിടുന്ന് അനുഭവിക്കുവാൻ യാക്കോബിനെ ദൈവം തയ്യാറാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല ജീവിതത്തിന്റെ ഒറ്റപ്പെടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ക്ഷീണിച്ച് തളർന്നോ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം വാടിപ്പോയിരിക്കുന്ന സഹോദര, നിനക്ക് വേണ്ടി സ്വർഗം തുറന്നോ. ഹല്ലേലൂയ ദൈവത്തിന്റെ ദിവ്യ ദർശനവുമായി ദൂതന്മാർ ഇറങ്ങി വരുന്നു. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് ഹല്ലേലൂയ ഈ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യാക്കോബ് ആ പ്രതിസന്ധിയുടെ അകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ അവ ധൈര്യപ്പെട്ട് ഹല്ലേലൂയ പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് അവൻ ഒരു വാക്ക് പറഞ്ഞു, ഹല്ലേലൂയ ഇവിടെ ദൈവമുണ്ട് നിശ്ചയം. ഹല്ലേലൂയ സ്തോത്രം. അവൻ തലയണയായി വെച്ച കല്ല് ഹല്ലേലൂയ എണ്ണ ഒഴിച്ച് ഹല്ലേലൂയ അഭിഷേകം ചെയ്തവൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ദൈവമുണ്ട് നിശ്ചയം. ഇത് ബഥേലാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയട്ടെ, പ്രിയ ദൈവവചനം കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, നീ ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഹല്ലേലൂയ നിന്നെ പിന്തുടരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നീ വാടി തളർന്നിരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന ദൈവം നിന്നോട് കൂടെയിരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥയുണ്ട്. ആ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വാസത്താൽ നിന്റെ ഹൃദയം ഒന്ന് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വീണ്ടും വന്നു നോക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച, പ്രതികൂലത്തിന്റെ നടുവെ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഭക്തരാണ് പൗലോസും ശീലാസും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 16-ാം അധ്യായത്തില് ഹല്ലേലൂയ സ്തോത്രം ഒരു വലിയ ശുശ്രൂഷ നിമിത്തം ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പട്ടണത്തെ കലക്കി റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങൾ പ്രസംഗിക്കുന്നുവെന്ന് പറഞ്ഞു. പുരുഷാരം അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരെ വസ്ത്രം പറിച്ചിരിഞ്ഞ് കോലുകൊണ്ട് അവരെ അടിപ്പിപ്പാൻ കൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ ഈ സുവിശേഷം ഹല്ലേലൂയ ഈ സത്യവചനം പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ മര്യാദയല്ല, നമ്മുടെ ആചാരങ്ങളല്ല, ഹല്ലേലൂയ ആചാരങ്ങളല്ലാത്തത് നമ്മളെ അനുസരിപ്പിക്കുവാൻ വേണ്ടി ഇവർ പറയുന്നു എന്ന് പറഞ്ഞു. അവരെ അധിപതികൾ പിടിച്ചു കെട്ടിയിട്ട് കോലുകൊണ്ട് അടിപ്പിച്ചു. എന്നിട്ട് വിചാരണയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ അവരെ ബന്ധിച്ചിടുവാനിടയായി. സ്തോത്രം. അതാ പ്രതിസന്ധി എത്ര കഠിനമാണെന്ന് നിങ്ങൾ നോക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. വ്യാജമായ കുറ്റാരോപണത്താൽ ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നേറുന്ന ചിലരുണ്ട്. വ്യാജമായ വാർത്തകൾ പടച്ചുവിട്ട് ഹല്ലേലൂയ പീഡ അനുഭവിക്കുന്ന ചിലരുണ്ട്. ഈ പ്രതിസന്ധി ആര് ഞങ്ങളെ പുറത്തെടുക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോസ്തലനായ പൗലോസിനെ ശീലാസിനെ നോക്ക് ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസും ശീലാസും ഹല്ലേലൂയ ഹല്ലേലൂയ കോലുകൊണ്ട് അടികൊണ്ട് ശരീരം ഹല്ലേലൂയ വേദനിക്കപ്പെട്ട ചങ്ങല ധരിച്ചവർ, ആമത്തിൽ കാലുകൾ ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിന്റെ അകത്തായിരിക്കുമ്പോൾ അവർ ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ ദൈവ സാന്നിധ്യം അവർക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കി ഹല്ലേലൂയ ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രതിസന്ധിയിൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ വ്യാജമായ വാർത്തകളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാജമായ ഹല്ലേലൂയ നിന്നെ കുറിച്ച് കളവായി പറഞ്ഞുകൊണ്ട് നിന്നെ ഹല്ലേലൂയ ദ്രോഹിക്കുന്നവരുടെ നടുവിൽ നിനക്ക് വേണ്ടി ആ പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ. നീ കേൾക്കുമ്പോൾ നീ ഭാരപ്പെടരുത്. നീ കേൾക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകരുത്. നീ ദൈവത്തിന് സ്തുതി കരേറ്റ, നീ ദൈവത്തിന് മഹത്വം കൊടുക്ക, നീ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിക്ക. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ആ ചങ്ങലകൾ പൊട്ടിമാറുവാനിടയാകും. ആ കാരാഗ്രഹങ്ങൾ ഹല്ലേലൂയ തകർക്കപ്പെടുവാനിടയാകും. അതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിപ്പോകുവാനിടയാകും. നിന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാജ വാർത്തകളാൽ ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ കള്ളം പറഞ്ഞ് നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന ഹല്ലേലൂയ ചില പ്രതിസന്ധിയുടെ അകത്ത് കൂടെ എന്നെ കേൾക്കുന്ന പ്രിയ മിത്രമേ, നീ കടന്നു പോകുന്നുവെങ്കിൽ
സന്ദർഭത്തിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ പാടി സ്തുതിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ സിരാസിനെയും കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ അവിടെ ഒതുക്കി കളയുകയല്ലായിരുന്നു. ആ കാരാഗ്രഹത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കുക മാത്രമല്ലായിരുന്നു. ഹല്ലേലൂയ അവിടുന്ന് അവരോട് കൂടെ ചിലരെയും കൂടെ ചേർത്ത് നിർത്തത്തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതികൾ ഒരുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ആത്മാർത്ഥമായി പറയുക, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്നെക്കുറിച്ച് ചില കളവുകൾ പറഞ്ഞു. നീ ജീവിതത്തിൽ പ്രതിസന്ധിയുടെ അകത്തളങ്ങളിലാണ്, നീറുന്ന വേദനയുടെ അകത്തളങ്ങളിലാണ്, നിരാശയിലാണ് നീ ഉള്ളത്, നീ ഏകാന്തതയിലാണ് ഉള്ളത്. പക്ഷെ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായി നിന്റെ വിസ്താരത്തിൽ തുറന്ന് ദൈവത്തിന് പാടി കീർത്തനം ചൊല്ലുന്നവനായി തീരുമെങ്കിൽ, നീ ദൈവത്തിന് സ്തുതി കരറ്റുന്നെങ്കിൽ, സ്തുതികളിൽ മേൽ ഇറങ്ങി വസിക്കുന്നവൻ, മേഘത്ത് തന്റെ തേരായി ഇറങ്ങി വരുന്ന ആ മഹാദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അതിന്റെ 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 51 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തെഫാനോസിനെ പിടിച്ചു കെട്ടുന്ന കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. ഹല്ലേലൂയ സത്യമായി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചതുകൊണ്ട് ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ പിതാക്കന്മാർക്ക് ചെയ്ത അത്ഭുതങ്ങളെ ഹല്ലേലൂയ സ്തോത്രം വർണ്ണിച്ച് ഹല്ലേലൂയ ആ പിതാക്കന്മാർക്ക് ലഭിച്ച അത്ഭുതങ്ങളിലൂടെ നടന്നുകൊണ്ടുവന്ന തലമുറ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഹല്ലേലൂയ വചനത്തിലൂടെ തെളിവായി പ്രസംഗിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ അവന്റെ മുഖത്ത് തേജസ് വിളങ്ങി നിന്നത് ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ട് ഹല്ലേലൂയ മനുഷ്യരുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി. അവന് നേരെ കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഹല്ലേലൂയ അവന് നേരെ ഹല്ലേലൂയ തേജോമനായ ദൈവത്തിന്റെ പദ്ധതിയെ വിവരിച്ചപ്പോൾ കല്ലുകൾ വന്ന് എറിഞ്ഞ് അവൻ ദണ്ഡിക്കപ്പെടുമ്പോഴും അവന് വേണ്ടി സ്വർഗം തുറക്കുന്നത്, അവന് വേണ്ടി സ്വർഗത്തെ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ അവനെ സ്വീകരിക്കുന്ന ആ മഹനീയമായ ദൈവ സാന്നിധ്യത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞെ, മരണത്തിലെ താഴ്വരയിൽ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞു, കർത്താവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. ഇവർ ചെയ്യുന്നത് ഇവരെന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത്. ഹല്ലേലൂയ ഈ വചന ശുശ്രൂഷ പലപ്പോഴും പാപത്തിന്റെ പരിഹാരമായി തീരണം. ഹല്ലേലൂയ പാപിയുടെ മാനസാന്തരത്തിന് കാരണമായി തീരണം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ രക്തസാക്ഷി മരണത്തിന്റെ ഹല്ലേലൂയ കൽക്കൂമ്പാരത്തിന്റെ അകത്തേക്ക് നിമിത്തിയപ്പോഴും അവ സ്വർഗത്തിലെ ഹല്ലേലൂയ അവന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ സ്തോത്രം അവനെ സ്വീകരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കാണുവാനിടയായെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിന്റെ കല്ലുകൾ നിന്നെ ദണ്ഡിപ്പിച്ച് നിനക്ക് അസഹ്യമായി നീ ഹല്ലേലൂയ ക്ഷീണിച്ച് വീണു പോകുന്ന, നിന്റെ പ്രാണം പോയി പോകുന്നത് പോലെ പല വാക്കുകൾ എന്ന കല്ലുകൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞു വീഴ്ചുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ന്യായം ചോദിക്കുന്ന, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ ദൈവ സാന്നിധ്യത്തെ നോക്കിക്കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, ഹല്ലേലൂയ നിന്നെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുവാനുള്ള ആ ഹല്ലേലൂയ ആത്മ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം നിനക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കുഞ്ഞെ, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ ഹല്ലേലൂയ നിന്നെ കല്ലുകൾ എറിഞ്ഞ് ഹല്ലേലൂയ നിന്നെ വേദനിപ്പിക്കുന്നവനെ, നിന്റെ പ്രാണന് അപായം വരുത്തുവാൻ നോക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, ആ ദൈവിക കരുതൽ അനുഭവിക്കട്ടെ. സ്തോത്രം. പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവ സാന്നിധ്യം ഒത്തിരി ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. സന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോപിനെ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുമ്പോൾ സന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോപ് ഹല്ലേലൂയ അവരുടെ വിശ്വാസത്തിന്റെ പ്രമാണത്തിൽ അവർ പ്രാപിച്ച ന്യായത്തിന്റെ ദൈവം കൊടുത്ത ന്യായ പ്രമാണത്തിനു വേണ്ടി ഹല്ലേലൂയ പ്രാണത്യാഗത്തോളം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ ആയിത്തീരുവാനിടയായി. അവരെ തീയിലേക്ക് ബന്ധിക്കപ്പെട്ട് ഹല്ലേലൂയ രാജാവ് അവന്റെ പടയാളികൾ കൊണ്ടിട്ടു. അവരെ ബന്ധിച്ചുകൊണ്ട് ഇട്ടവർ വെന്തുപോയിട്ട് ഹല്ലേലൂയ തീയിൽ 4-ാമനായിരിക്കുന്ന ഹല്ലേലൂയ ആ ബാലകന്മാരുടെ കൂടെ, ആ 3 കൊച്ചു ബാലകന്മാർ
ഭക്തന്മാരുടെ കൂടെ നാലാമനായി ഇറങ്ങി നിന്ന ദൈവ സാന്നിധ്യം, തീയുടെ ബലത്തെ കെടുത്തിയ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, നിങ്ങൾ മറന്നു പോകരുത് കുഞ്ഞെ. നീ വിശ്വാസത്തിന്റെ പ്രമാണത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ ഹല്ലേലൂയ, തീച്ചൂളയുടെ പ്രതിസന്ധിയുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നിന്നേക്ക് അനുഭവിക്കുവാൻ ഹല്ലേലൂയ ആ 3 പേർക്ക് ഒപ്പം നാലാമനായി ഇറങ്ങി നിന്ന് തീയുടെ ബലത്തെ കെടുത്തിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കുഞ്ഞെ, നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിലെ കഷ്ടങ്ങളില് നിനക്ക് പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു നീറുന്ന നിന്റെ അനുഭവങ്ങളുടെ അകത്ത് ഹല്ലേലൂയ വിശ്വാസത്തിന് വേണ്ടി ഹല്ലേലൂയ കാലുകളെ ഉറപ്പിക്കൂ. ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ കാലിനെ ഉറപ്പിച്ചാൽ കുഞ്ഞെ, നീ ഒരു ദൈവ സാന്നിധ്യം അറിയുകയും നീ ഏത് പാറയിലാണോ ആ കാലുറപ്പിച്ചത് ആ പാറ നിനക്ക് വേണ്ടി ഒരു മഹൽ സങ്കേതമായി മാറുന്ന ദൈവ സാന്നിധ്യം, ഒരു കോട്ടയായി മാറുന്ന ആ തീയുടെ ബലത്തെ കെടുത്തുന്ന പ്രതിസന്ധികളുടെ ബലത്തെ കെടുത്തുന്ന ഒരു കോട്ടയായി തീരുന്ന ഹല്ലേലൂയ ഒരു വൻ മതിലായി തീരുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷേ ഈ ഹല്ലേലൂയ അനേക ഭക്തന്മാർ ഈ ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിഞ്ഞപ്പോൾ ഇതാ 2 ദൈവദാസന്മാരെ ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, പ്രതിസന്ധി വന്നു ജീവിതത്തിന്റെ അകത്തളത്തിൽ. ഹല്ലേലൂയ ന്യായവിധിയുടെ ഹല്ലേലൂയ ദൈവകോപത്തിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടുവാൻ ലോത്തിന് അവസരം കൊടുത്തു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ തേടി, തന്റെ ഭവനത്തെ തേടി ലാക്കാക്കി വന്നു. പക്ഷേ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം തന്നെ തേടി വന്ന് തന്നെ ഹല്ലേലൂയ ലാക്കാക്കി വന്നിട്ടോ തനിക്കോ തന്റെ കുടുംബത്തിനോ ആ ദൈവ സാന്നിധ്യത്തെ ഹല്ലേലൂയ വേണ്ട വിധം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? ആ ദൈവ ഹല്ലേലൂയ സാന്നിധ്യത്തോട് ഹല്ലേലൂയ അവന്റെ പ്രതികരണത്തിന്റെ ഫലമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ എടുത്തു വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും ദൈവ സ്നേഹ ഹല്ലേലൂയ സാന്നിധ്യത്തോട് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോൾ, നമുക്ക് വേണ്ടി ഇടപെടുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടവണ്ണം പ്രതികരിച്ചില്ലെങ്കിൽ അത് ഹല്ലേലൂയ സ്തോത്ര അത് നാശഹേതുവായി തീരുവാനിടയാകും. ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടില്ലേ? ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിച്ചിട്ടില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ അനുഭവിച്ചിട്ടില്ലേ? കുഞ്ഞെ, അതിനോട് നീ പ്രതികരിക്കാതെ ഹൃദയം കഠിനമാക്കി നിന്റെ മനസ്സിന് ബോധിച്ചതുപോലെ നീ തിരിയുമ്പോൾ നീ ലോത്തിനെ ഓർക്കണം, വലഞ്ഞുപോയ നീതിമാനെ ഓർക്കണം. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയത് കൊണ്ട് ഒരു നീതിമാന്റെ കുടുംബം തകർന്നുപോയി. തലമുറ വരെ ദൈവസന്നിധി വരാൻ കഴിയാതെ വണ്ണം അഴിഞ്ഞുപോയത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഹല്ലേലൂയ, അതുപോലെയാണ് ഹല്ലേലൂയ ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ അകത്ത് അനനിയാസിനും സഭയിലേക്കും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടത്. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ അവർക്ക് ഹല്ലേലൂയ അവർ പരിശുദ്ധാത്മാവിനോട് യാചം കാണിക്കുവാനിടയായി. അവർക്ക് അവസരമുണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കൂട്ടായ്മയുടെ അകത്ത് ഹല്ലേലൂയ വ്യാജത്തോടെ ഹല്ലേലൂയ പ്രവർത്തിച്ചു, വ്യാജത്തോടെ സംസാരിച്ചു, വ്യാജത്തോടെ വന്ന് കളവ് പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നെടുത്ത് ഹല്ലേലൂയ വ്യാജം സംസാരിച്ചത് കൊണ്ട് വീണ് മരിച്ചുപോയ ഭക്തന്മാരെ കാണുവാൻ നമുക്ക് കാണും. ഇന്ന് പകൽ ഹല്ലേലൂയ ഈ വചനം കേൾക്കുന്ന പ്രിയമിത്രമേ, ദൈവ സാന്നിധ്യത്തോട് നിന്റെ പ്രതികരണം എങ്ങനെയെന്ന് വ്യാജത്തോടെയാണെങ്കിൽ, കളവ് പറയുന്ന നാവോടെയാണെങ്കിൽ കുഞ്ഞെ, ഈ ദൈവ സാന്നിധ്യം നിന്നെ ശിക്ഷിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ, അത് നിനക്ക് നാശഹേതുവായി തീരുവാൻ ഇടയാകും. പക്ഷെ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ഹാഗാർ എന്ന് പറഞ്ഞ ഹല്ലേലൂയ അബ്രഹാമിന്റെ ഭവനത്തിന്റെ അകത്ത് ദാസിയായിരുന്നവൾ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വന്നപ്പോ ദൈവത്തെ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ, അവൾ ഹല്ലേലൂയ യജമാനത്തിയുടെ അസഹനീയമായ പീഡ നിമിത്തം ഇറങ്ങി ഓടുമ്പോൾ ഹല്ലേലൂയ മരുഭൂമിയുടെ വഴിത്തലക്ക് നിന്ന് ആ ദൈവ സാന്നിധ്യം അവളെ തടുത്തു. അത് അവൾ അനുസരിക്കുവാനിടയായി. അവൾ മടങ്ങിപ്പോയി യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുന്ന അനുഭവം കാണുവാനിടയായി. പിന്നത്തെ യജമാൻ അവളെ ഒരു തുരുത്തി വെള്ളവുമായി ഹല്ലേലൂയ സ്തോത്ര അല്പം അപ്പവുമാക്കി അവളെ കുഞ്ഞിനെ തോളത്ത് കൊടുത്തുവിട്ട് ഹല്ലേലൂയ ബേർശിബ മരുഭൂമിയിലേക്ക് തള്ളപ്പെടുമ്പോൾ ഇതാ ബേർശിബ മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുമ്പോൾ പൈതലിന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് ഒറ്റപ്പെടലിന്റെ ജീവിതത്തിന്റെ തനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത അനുഭവത്തിന്റെ നടുവിൽ ഇതാ അവക്ക് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. മരണത്തിന്റെ നിഴലിൽ താഴ്വരയിൽ ഹല്ലേലൂയ ജീവന്റെ ഉറവ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ഹാഗാറിന്റെ പൈതലിനു വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ സമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ഹല്ലേലൂയ മരണത്തിന്റെ കൂരിന്റെ താഴ്വരകളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ
മരണത്തോട്, രോഗങ്ങളോ, പീഡകളോട് മല്ലടിക്കുന്ന അനുഭവത്തിലാണെങ്കിലും ഇന്ന് രാത്രി ഒരു കാര്യമുണ്ട്. ഹാഗാറിന് വേണ്ടി ആ മരണത്തിന്റെ നിഴല് ചൂടേറിയ ബേർശുവ മരുഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അത് സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നീ ഇരിക്കുന്നിടത്ത് ജീവന്റെ ഉറവ തുറക്കും. വിശ്വസിച്ചാൽ നീ ജീവന്റെ ഉറവെന്ന് പാനം ചെയ്യുവാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്താൽ നിനക്ക് പാനം ചെയ്യുവാൻ കഴിയും. സ്തോത്രം. അവിടെ കാണുന്നത് ഹാഗാറിന്റെ പൈതലിന് വെള്ളം കൊടുത്ത് അവൻ ചൈതന്യം പ്രാപിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് വിശ്വാസത്താൽ വചനമാകുന്ന വെള്ളം കുടിക്കുമ്പോൾ നീ ചൈതന്യമുള്ളവരായി മാറും. ദൈവ സാന്നിധ്യത്തിന്റെ അകത്തു നിന്ന് നീ ചൈതന്യം നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. നീ സ്തോത്രം ധൈര്യപ്പെടുവാൻ നിനക്ക് കഴിയും. പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ബലം ധരിക്കുവാൻ നിനക്ക് കഴിയും. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം അസ്ഥിയുടെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, യെഹെസ്കേലിനെ അസ്ഥിയുടെ താഴ്വാരത്തിൽ വന്നപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, ഈ അസ്ഥികളോട് പ്രവചിക്കുക. അവർ ജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി പ്രവചിക്കുക. കാറ്റിനോട് പ്രവചിക്കുക. ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക. സ്തോത്രം. ജീർണിച്ചു പോയെടുത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോടുത്ത്, ഇനി ഒരിക്കലും അസംഭവികമെന്ന് പറയുന്നിടത്ത് അസംഭവക്കോ സംഭവ കർണേവാല പരമേശ്വർ. ഈ അവസരത്തിൽ നിങ്ങൾ നോക്ക്, യെഹെസ്കേലിന് വേണ്ടി ആ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോ അസ്ഥിയോട് വന്ന് ചേർന്നു. അവിടെ ഇല്ലാത്ത ക്രിയേറ്റ് ആകുവാനിടയായി. മച്ചയും മാംസവും നരമ്പും ഒക്കെ അവിടെ ഇല്ലാത്തതായിരുന്നു. അസ്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവ സാന്നിധ്യം വന്നപ്പോൾ അതൊരു സൈന്യമായി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അവിടെ ക്രിയേറ്റിംഗ് നടക്കുവാൻ, സൃഷ്ടിപ്പ് നടക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രതിസന്ധികളുടെ ജീർണതയിലാണ് നീ ഉള്ളതെങ്കിൽ പ്രതീക്ഷയ്ക്ക് നിനക്ക് വകയുണ്ട്. ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കുമ്പോൾ നിന്നിൽ ക്രിയേറ്റിംഗ് നടക്കും. നിന്നിൽ സൃഷ്ടിപ്പ് നടക്കും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചുളവാക്കുന്നവന്റെ ശബ്ദം നിനക്ക് വേണ്ടി ചിലത് ക്രിയേറ്റ് ചെയ്തു തരും. പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ഇല്ലായ്മയിൽ ചിലത് ക്രിയേറ്റ് ചെയ്തു തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് അസ്ഥിയുടെ താഴ്വരത്തിൽ ഒരു സ്തോത്ര സൈന്യമായി എഴുന്നേറ്റുവെങ്കിൽ, തന്റെ ദാസന്മാരുടെ ശവക്കുഴികളെ തുറന്ന് അവരെ അതിൽ നിന്ന് കയറ്റിയെങ്കിൽ, ഈ സാന്നിധ്യത്തിന്റെ മറവിൽ നിൽക്കുമ്പോൾ കുഞ്ഞെ പ്രതിസന്ധി നീ തളരരുത്. അവിടെ നിനക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നിനക്ക് കഴിയണം. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാൻ കഴിയണം. പ്രാണത്യാഗത്തോളം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിയണം. അങ്ങനെ നിൽക്കുന്ന ഒരു ഭക്തന് ക്ഷീണിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു ഭക്തൻ തളർന്നു പോകുവാൻ പരിശുദ്ധൻ അവിടെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദാനിയേലിനെ നോക്കിക്കേ. സിംഹത്തിന്റെ ഗുഹയിലേക്ക് വിശന്ന് വലഞ്ഞു കിടക്കുന്ന സിംഹങ്ങളുടെ മൃഗത്തിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യനെ ഇട്ടുകൊടുക്കുമ്പോൾ ഇതാ സിംഹത്തിന്റെ വായടയ്ക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂതനായി ഇറങ്ങി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രശംസ തന്റെ മരണത്തിന്റെ താഴ്വരയിലെ ആ ഗുഹാമുഖത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ സിംഹങ്ങളുടെ ഗുഹാവിനൊരു ആശ്വാസത്തിന്റെ മടിത്തട്ടാക്കി മാറ്റിയ ആ ദൈവ സാന്നിധ്യം നമ്മൾ മറന്നു പോകരുത്. രാജാവിന് അന്ന് രാത്രി ഉറക്കം വന്നില്ല. ഭക്തരെ എടുത്ത് സിംഹക്കൂട്ടിൽ ഇട്ടിട്ട് ആഴങ്ങളിൽ എറിഞ്ഞു കളഞ്ഞിട്ട് കൈവിട്ട് കളഞ്ഞിട്ട് ഭക്തനെ കൈവിട്ട രാജാവിന് അധികാരിക്ക് ഉറക്കം കൊടുക്കാതെ ഇരുന്ന ഒരു ദൈവമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഗുഹാമുഖത്ത് വന്ന് ദാനിയേലിനെ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനെ, നീ ജീവനോടെ ഇരിക്കുന്നുവോ? നിന്റെ ദൈവം നിന്നെ കാത്തുകൊണ്ടോ എന്ന് ചോദിക്കുന്ന അത്ഭുതമായ ചോദ്യം നമുക്ക് കാണാം. ദാനിയേൽ പറഞ്ഞ, നീ ശുഭമായിരിക്കട്ടെ. എന്റെ ദൈവം എന്നെ ഇന്നലെ രാത്രിയിൽ ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത ആ ദൈവത്തിന്റെ പ്രസൻസിന്റെ അകത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കൊരു പോറൽ പറ്റുവാൻ അവൻ സമ്മതിച്ചില്ല. കുഞ്ഞെ, നീ ആയിരിക്കുന്ന പ്രതിസന്ധി നിനക്കൊരു പോറൽ തട്ടാതെ നിന്നെ പുറത്തെടുക്കുവാൻ, ആഴങ്ങളിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളിൽ നീ നീറിപ്പോകരുത്. നീ വിശ്വാസത്തിൽ ഉറച്ചതേക്ക്. ദൈവത്തെ മാത്രം നമസ്കരിക്കുന്നവനായി, ദൈവത്തിന്റെ മുമ്പാകെ മാത്രം മുട്ടുകുത്തുന്ന
നടത്തുന്നവനായി തീരുക. ഹല്ലേലൂയ. ലോകത്തിന് ഹല്ലേലൂയ ലാഭത്തിൽ ലോക ലാഭങ്ങൾക്ക് വേണ്ടി മുട്ടുമടക്കരുത്. നിന്റെ പ്രമാണത്തെ കാഴവെക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നീ മുട്ടുമടക്ക്. ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുക. നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ന്യായാധിപനുണ്ട്. നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ സാന്നിധ്യം നീ ആയിരിക്കുന്ന ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവിടുന്ന് നിന്നെ പൊക്കിയെടുക്കുന്ന ആ ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപ നിനക്ക് അനുഭവിക്കുവാൻ, ആ സാന്നിധ്യം അനുഭവിക്കുവാൻ നിനക്ക് കഴിയും. ഈ ഹല്ലേലൂയ ദാനിയേലിന്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, ഹല്ലേലൂയ ദാവീദ് പറഞ്ഞു, കുരുരുവ് താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഹല്ലേലൂയ ഹല്ലേലൂയ ഭയപ്പെടത്തില്ല. കാരണം എന്താണ്? അവൻ എന്നോട് കൂടെ ഇരിക്കും. അവന്റെ വടിയും കോലും ഹല്ലേലൂയ അവന്റെ ആത്മാവ് ആത്മ സാന്നിധ്യം, അവന്റെ വചനത്തിന്റെ സാന്നിധ്യം എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ആഴങ്ങളിൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മ സാന്നിധ്യവും കുഞ്ഞെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാ. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞ്, മരണത്തിന്റെ താഴ്വരയിൽ ഞാൻ ഭയപ്പെടത്തില്ല. അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ ഞാൻ ഭയപ്പെടത്തില്ല. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസകനായി ഇറങ്ങി വരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ആർക്കെങ്കിലും ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ ആഴങ്ങളിലാണോ വീണിരിക്കുന്നത്? ഹല്ലേലൂയ. കളവായ വാക്കുകൾ കൊണ്ട് പ്രഹരമേറ്റ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ കുറ്റാരോപിതരായി പീഡിപ്പിക്കപ്പെടുന്ന അനുഭവത്തിലാണോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു വാക്ക് പോലും മറുപടി പറയുവാൻ കഴിയാതെ വണ്ണം ചങ്ങല ധരിച്ചവരെ പോലെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാണനെ കൂടെ വെച്ചു കൊടുക്കുന്ന തലത്തില് പ്രാണന്റെ അകത്ത് വാള് കിടക്കുന്നത് പോലെ പ്രതിസന്ധിയുടെ അകത്താണ് കുഞ്ഞ് നീ നിൽക്കുന്നത്. ഇന്ന് രാത്രി നിനക്കൊരു സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആ മേഖലകളെ എല്ലാം തകർക്കുന്ന, അതിലെല്ലാം നിനക്ക് ജയം നൽകുന്ന, അല്ലെങ്കിൽ കുരുരു താഴ്വരയിലും നിന്നോട് കൂടെയിരിക്കുന്ന, നിന്നെ ആ ധൈര്യപ്പെടുക. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയെന്ന് പറയുന്ന, നീ വെള്ളത്തിൽ കൂടെ നടന്ന അത് ഹല്ലേലൂയ മുങ്ങിപ്പോകാതെ, ഹല്ലേലൂയ സ്തോത്രം, നദി നിന്റെ മേൽ കവിയാതെ, ഹല്ലേലൂയ അഗ്നി നിന്നെ കെടുത്തിക്കളയാതെ, ഹല്ലേലൂയ അഗ്നി നിന്നെ ദഹിപ്പിക്കാതെ ഹല്ലേലൂയ കാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് കുഞ്ഞെ. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്ന് ഇന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രതിസന്ധികളിൽ ദൈവം കൂടെയിരിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരിക്കും. ദാവീദ് തന്റെ ജീവിതത്തിൽ അത് വ്യക്തമായി അനുഭവിച്ചതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ ആ സങ്കീർത്തനം എടുക്കുമ്പോൾ ദാവീദ് പറയാണ്, ഹല്ലേലൂയ ഈ പ്രതിസന്ധികളിൽ ദൈവം എനിക്കൊരു ഇടയനായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മോട് കൂട്ടായ്മയിൽ ഹല്ലേലൂയ അടുപ്പിക്കുന്ന, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു ഇടയനെ പോലെ ആ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തോട് ചേർത്തണയ്ക്കുന്ന, അപ്പന്റെ മാറിലേക്ക് നമ്മളെ ചേർത്ത് കൊണ്ടുവരുന്ന ഒരു പ്രസൻസ് ഹല്ലേലൂയ ആ ഇടയന്റെ ഹല്ലേലൂയ വചനമാകുന്ന കോലുകൊണ്ടും ആത്മാവാകുന്ന ആശ്വാസകത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ വടികൊണ്ടും ഹല്ലേലൂയ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആ നല്ല ഇടയന്റെ ആ നല്ല സാന്നിധ്യം ഹല്ലേലൂയ ദാവീദിന് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ നമ്മെ നയിക്കുന്ന, ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ സ്തോത്ര പ്രതിസന്ധികളിലും അതിനെ അതിജീവിച്ച് നയിക്കുന്ന ആ ദൈവ സാന്നിധ്യം, നല്ല ഇടയന്റെ ആ നായകത്വത്തെ അനുഭവിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, കൂരിരു താഴ്വരയിൽ ഞാൻ ഭയപ്പെടുക. ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ ദാവീദ് അനുഭവിച്ചു. താൻ ഹല്ലേലൂയ രാജാവായിട്ട് നീണ്ട വർഷങ്ങൾ മരുഭൂമി കൂടെ ഓടുകയായിരുന്നു. പക്ഷെ മരുഭൂമിയിലെ ഒരു ഹല്ലേലൂയ തനിക്ക് വേണ്ടി പതിയിരുന്ന ഒരു പതിയിരിപ്പുകാരുടെ കൈകളിൽ തന്നെ വീഴ്ത്താതെ സൂക്ഷിച്ച ഒരു സങ്കേതമായിരുന്ന ദൈവത്തെ, ഒരു കോട്ടയായിരുന്ന ദൈവത്തെ, പാറയായിരുന്ന ദൈവത്തെ, വെളിച്ചമായിരുന്ന ദൈവത്തെ, രക്ഷയും ഗോപുരമായിരുന്ന ദൈവത്തെ ദാവീദ് കണ്ടു. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പ്രസൻസ് ദൈവം അനുഭവിക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. അതുകൊണ്ട് പറഞ്ഞ, ശത്രുക്കളുടെ നടുവിൽ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്ര കുഞ്ഞ് പ്രസൻസ് ഹല്ലേലൂയ നിന്റെ ശത്രുക്കളുടെ മധ്യത്തിൽ നിനക്ക് മേശയൊരുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ ആത്മീയമായ ആരോഗ്യ അവസ്ഥയിലേക്ക് നിന്നെ നയിക്കുവാൻ ഹല്ലേലൂയ എന്ന് പരിശോധിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട് കുഞ്ഞെ. ഹല്ലേലൂയ നീ എങ്ങനെയാണ് ഒരു ആത്മീയ ആരോഗ്യത്തിലുള്ളതെന്ന്, നിന്റെ ഹൃദയം ക്ഷീണിച്ചാണോ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് നിന്നെ ധൈര്യപ്പെടുത്താൻ ജീവന്റെ വചനം നൽകി തരുന്ന, ജീവന്റെ ആലോചന പറഞ്ഞു തരുന്ന ആ ദൈവ സാന്നിധ്യമുണ്ടല്ലോ. അത് എത്രയോ തവണ നമ്മൾ അനുഭവിച്ചവരാണ്. നമ്മൾ എത്രയോ തവണ ഹല്ലേലൂയ ക്ഷീണിച്ച് ഹല്ലേലൂയ
മരണത്തിന്റെ മടിത്തട്ടിലേക്ക് പോയിട്ട് എത്രയോ തവണ നമ്മൾ കയറി വന്നിട്ടുണ്ട്. നിരാശയുടെ മടിത്തട്ടി പോയിട്ട് എത്രയോ തവണ ഹല്ലേലൂയ ജീവന്റെ വചനം നമുക്ക് ഹല്ലേലൂയ സ്തോത്ര ആത്മീയ ആരോഗ്യം നൽകിയ ആ പ്രസൻസ് നമ്മൾ എത്രയോ തവണ നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാ, നിങ്ങൾ അധൈര്യപ്പെടരുത്. ഹല്ലേലൂയ പ്രതിസന്ധി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ നിന്റെ ഒറ്റപ്പെടലിന്റെ നടുവില്, ഏകാന്തതയുടെ നടുവില്, പീഡകളുടെ നടുവില്, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ സങ്കീർണമായ അനുഭവങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ഒരു നല്ല ഇടയനായി ദാവീദിനു വേണ്ടി ഇറങ്ങി നിന്ന, തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന, തക്ക സമയത്ത് ഹല്ലേലൂയ വേണ്ടതൊക്കെയും ഒരുക്കി കൊടുക്കുന്ന, അവന് വേണ്ടിയതൊക്കെയും കരുതി കൊടുക്കുന്ന, ഹല്ലേലൂയ അവനായിരിക്കുന്ന സങ്കീർണതകളിൽ അവനോട് കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇന്ന് രാത്രി നമുക്കും കഴിയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ അവസ്ഥയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മളെ അച്ചടക്കം പഠിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ മകനെ വഴി ഇതാ എന്ന് പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ ഭക്തന്മാരെ എത്രയോ തവണ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പൗലോസിന്റെ ഹൃദയത്തിലേക്ക് തോന്നിയ ഒരു മിഷൻ യാത്രയെ ബ്ലോക്ക് ചെയ്തു. ആശയിലേക്ക് കടക്കാതെ വണ്ണം ആത്മാവിനെ തടുത്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചില ഹല്ലേലൂയ യാത്രകളെയൊക്കെ തടുത്ത് ഹല്ലേലൂയ അച്ചടക്കമുള്ളവരാക്കി, ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതപ്രകാരം കാൽച്ചുടു വെക്കുന്നവരാക്കി നമ്മളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പാകെ ഈ പ്രതികൂലങ്ങളുടെ കാലഘട്ടത്തില്, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തില് ഹല്ലേലൂയ നമുക്ക് ജയശാലികളായി മുന്നേറുവാൻ ആ ദൈവ സാന്നിധ്യത്തിന് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവിടത്തേക്ക് അനുഭവിച്ചറിയുക മാത്രമല്ല അനുസരിച്ചറിയുവാനും കൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി താഴ്ത്താം. ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ പ്രതികൂലത്തിന്റെ സന്നിധി ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവില് ദൈവം അത്ഭുതവാനായ ദൈവമാണ്. പ്രതികൂലങ്ങളിൽ ദൈവം നമ്മോട് കൂടെയിരിക്കുന്ന ദൈവമാണ്. ഈ തിരുവെഴുത്തുകൾ ഹല്ലേലൂയ നമുക്ക് ആത്മധൈര്യം പകരട്ടെ. അതുമാത്രമല്ല ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദാനിയേലിനോട് കൂടെ ഇരുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഭക്തന്മാരോട് കൂടെ ഇരുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഈ സന്ദേശം എവിടെ നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ നിനക്ക് വേണ്ടി മനുഷ്യരിറങ്ങി വന്നില്ലെങ്കിലും സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആ പ്രസൻസ് നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ആ മുഖം അന്വേഷിച്ചാൽ മാത്രം മതി. ആ മുഖത്തേക്ക് നോക്കിയാൽ മതി, നിനക്കൊരു നല്ല ഇടയനുണ്ട്. ഹല്ലേലൂയ നീ ഹല്ലേലൂയ അവന്റെ ജീവന്റെ വചനവും അവന്റെ ആത്മാവിന്റെ ആശ്വാസനവും ആശ്വാസവും ഏറ്റുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ ഹല്ലേലൂയ കൃപയിൽ വളരുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് അവസരമൊരുക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്തും ഹല്ലേലൂയ കർത്താവേ ധൈര്യം പകരമാറാകട്ടെ. അവിടുത്തെ പ്രസൻസ് യാക്കോബ് ലൂസിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന് ചുറ്റും ഇരുളിയാവരിച്ചപ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് കോപിണിയുമായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം പോലെ ഹല്ലേലൂയ കർത്താവേ കാരാഗ്രഹത്തിന്റെ അകത്ത് വിവസ്തരായി ഹല്ലേലൂയ കോലുകളാൽ അടികൊണ്ട് ഹല്ലേലൂയ ചങ്ങലധരി ചാമത്തിൽ പൂട്ടപ്പെട്ടവരായിരുന്ന പൗലോസിനും ശീലാസിനും വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന പോലെ ആ ദൈവ സാന്നിധ്യം തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ രോഗപീഠകളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ, ഹല്ലേലൂയ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ പീഡകൾ ആ പ്രതിസന്ധിയുടെ അകത്ത് അവർ കുരുക്കപ്പെട്ടവരായിരിക്കുന്നു. ഇന്ന് രാത്രി പൗലോസിനും ശീലാസിനും വേണ്ടി ഇറങ്ങി വന്നതുപോലെ സർവശക്തനായ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് കടഭാരങ്ങളാൽ ഹല്ലേലൂയ വൻ പ്രതികൂലങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതത്തിന്റെ അകത്ത് ഹല്ലേലൂയ കള്ള വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ പലതും കളവായി പറഞ്ഞിട്ട് ജീവിതത്തിന്റെ അകത്ത് നീറി ഹല്ലേലൂയ ഹൃദയം തപിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ കാണുന്നു കർത്താവേ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ആ പ്രതിസന്ധി അവരെ കരകയറ്റുന്നു. ഹല്ലേലൂയ സ്തെഫാനോസിന് വേണ്ടി സ്വർഗം തുറന്നിറങ്ങി നിന്നതുപോലെ ഹല്ലേലൂയ കള്ള സാക്ഷ്യം കൊണ്ട് ഹല്ലേലൂയ കർത്താവ് പത്മോസിലേക്ക് ഏകാന്ത തടവുകാരനാക്കുവാൻ യോഹന്നാനെ വിട്ടുകൊടുക്കാതെ അവിടെ സ്വർഗം തുറന്ന് ഇതുവരെ ഒരു മനുഷ്യർക്കും ലഭിക്കാത്ത ഭാഗ്യതയുടെ ദർശനത്തിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആ പ്രശംസന് നന്ദി പറയുന്നു കർത്താവേ. അങ്ങനെ ചിലർ ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രാപിക്കുന്നവരായി, ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ആ കാര്യ പദ്ധതികളെ കാണുന്നവരായി, ആ ദിവ്യ ദർശനത്തിന് കൂട്ടാളികളായി തീരുവാൻ ഹല്ലേലൂയ ദൈവരെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രതിയാൽ കർത്താവേ, ഈ സോഷ്യൽ മീഡിയ
പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം ശ്രവിക്കുവാൻ അവസരമൊരുക്കിയ എല്ലാ ദൈവഭൃത്യന്മാരെയും ദൈവകുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അവരെ ദൈവം സഹായിക്കണമേ. ഈ സന്ദേശം മുഖാന്തരം അനേകർക്ക് ആശ്വാസം ലഭിക്കുവാൻ കർത്താവോട് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ എല്ലാ പ്രിയ അഭിഷിക്തന്മാരോടും നന്ദി പറയുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.